ദിവസവും രാവിലെ ഉണരുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, നല്ലൊരു എനർജി, നല്ല കോൺഫിഡൻസ് ഇതൊക്കെ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വെറുതെ തോന്നിയാ മതിയോ? നമ്മുടെ ചിന്തകളെ ചെറുതായിട്ടൊന്ന് ട്യൂൺ ചെയ്താൽ മാത്രം മതി, അത് സാധ്യമാകും. അപ്പോ നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ള 10 കിടിലൻ മൈൻഡ്സെറ്റ് ഷിഫ്റ്റുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തോരു ഭാരം, ഒരു മോട്ടിവേഷനുമില്ല, എവിടെയോ സ്റ്റക്കായി പോയ പോലെ. ഈ ഒരു ഫീലിംഗ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളാണ്, അല്ലേ? നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരു കെണി പോലെയാണിത്. പക്ഷെ പേടിക്കണ്ട, ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ട്. അപ്പോ ഈ നെഗറ്റീവ് ചിന്തകളെ മറികടക്കാനുള്ള ആ മാന്ത്രിക താക്കോൽ എവിടെയാന്നല്ലേ? അത് മറ്റെവിടെയുമല്ല, നമ്മുടെ പ്രഭാതങ്ങളിലാണ്. അതെ, നിങ്ങളുടെ ദിവസത്തിലെ ആദ്യത്തെ 1 മണിക്കൂർ. ആ 1 മണിക്കൂർ മതി നിങ്ങളുടെ ബാക്കിയുള്ള 23 മണിക്കൂറും എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കാൻ പോകുന്നത്. ഏതൊരു വലിയ മാറ്റവും തുടങ്ങേണ്ടത് എവിടെയാ? പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. പുറത്തുള്ള വെല്ലുവിളികളെയൊക്കെ നേരിടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചിന്തകളെയും കാഴ്ചപ്പാടുകളെയൊക്കെ ഒന്ന് വരുതിയിലാക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ആദ്യത്തെ അഫർമേഷൻ ഇതാണ്: എന്റെ മനസ്സിന്റെ നിയന്ത്രണം എനിക്കാണ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ പവർ ഭയങ്കരമാണ്. പുറത്തുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല, എന്റെ ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് ഞാൻ മാത്രമാണ് എന്നൊരു ഉറച്ച പ്രഖ്യാപനമാണിത്. ദ ബോസ് ഇസ് മീ. എന്തിനാ നമ്മൾ മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കുന്നതെന്നല്ലേ? കാരണം നമ്മുടെ ഓരോ ചിന്തയും ഒരു വിത്ത് പോലെയാണ്. ആ വിത്താണ് ഒരു പ്രവൃത്തിയായിട്ട് മുളച്ചു വരുന്നത്. ആ പ്രവൃത്തികളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ആയ ഫലങ്ങൾ തരുന്നത്. അപ്പോൾ നല്ലൊരു വിളവെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. സിമ്പിൾ. ഇനി നമ്മുടെ ഉള്ളിലെ ലോകത്തെ മാറ്റാനുള്ള അടുത്തൊരു സൂപ്പർ പവർ, അതാണ് നന്ദി, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്. എപ്പോഴും എനിക്കതില്ല ഇതില്ല എന്ന് ചിന്തിക്കുന്നതിനു പകരം എന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മാജിക്കൽ ഷിഫ്റ്റാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റിയൊരു 3 കാര്യങ്ങൾ. അത് ചിലപ്പോൾ നിങ്ങളുടെ നല്ല ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമുള്ള ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ഒരു കപ്പ് നല്ല ചായ ആയിരിക്കാം, എന്തും. ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ഫോക്കസ് ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റും. ഇൻസ്റ്റന്റായിട്ട് നിങ്ങളുടെ മൂഡ് പോസിറ്റീവാകും, ഉറപ്പാണ്. നമ്മുടെ ഉള്ളിലെ സമാധാനം കെടുത്തുന്ന ഏറ്റവും വലിയ വില്ലൻ ആരാണെന്നറിയോ? അത് താരതമ്യമാണ്, കമ്പാരിസൺ. അപ്പോൾ നമ്മുടെ ആന്തരിക ലോകം സ്ട്രോങ് ആക്കാനുള്ള അടുത്ത പടി ഇതാണ്: ഞാൻ എന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യില്ല. ഇത് പറയുന്നതിലൂടെ നമ്മുടെ സന്തോഷം മോഷ്ടിക്കുന്ന ഒരു വലിയ കള്ളനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഈ താരതമ്യം നമ്മളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് നോക്കൂ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരുടെ നിഴലിൽപ്പെട്ട് വാടിപ്പോകുന്നൊരു ചെടി പോലെയാകും, ഒരു വളർച്ചയുമില്ലാതെ. എന്നാൽ എപ്പോഴാണോ നമ്മൾ നമ്മുടെ സ്വന്തം വളർച്ചയിലും കഴിവുകളിലും ഫോക്കസ് ചെയ്യുന്നത്, അപ്പം നമ്മൾ ശരിക്കും തഴച്ചു വളരാൻ തുടങ്ങും. ഓർക്കുക, ഓരോരുത്തരുടെയും ഓട്ടമത്സരം വേറെ വേറെയാണ്. സോ ഫോക്കസ് ഓൺ യുവർ ഓൺ ട്രാക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉള്ളിൽ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടു. ഇനി എന്ത് വേണം? ആ ശക്തി ഉപയോഗിച്ച് പുറത്തുള്ള തടസ്സങ്ങളെയും വെല്ലുവിളികളെയും നേരിടണ്ടേ? ലെറ്റ്സ് ലെവൽ അപ്പ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ റിയൽ വേൾഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. എനിക്ക് ടൈമില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, നാളെ ചെയ്യാം. ഇതൊക്കെ കേട്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലേ? ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന കൂടുകളാണ്. ആ കൂടിനെ പൊട്ടിച്ചെറിയാനുള്ള ഒരു കിടിലൻ ചിന്തയാണിത്. ഞാൻ എന്റെ ഒഴികഴിവുകളേക്കാൾ ശക്തിയാണ്. ഈയൊരു മൈൻഡ് സെറ്റ് നമ്മളെ വെറുതെ ഒരിടത്ത് കുത്തിയിരുന്ന് പരാതി പറയാൻ സമ്മതിക്കില്ല. പകരം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം, അതിന് എന്ത് പരിഹാരം കണ്ടെത്താമെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ, പ്രോബ്ലം മോഡിൽ നിന്ന് നമ്മളെ സൊല്യൂഷൻ മോഡിലേക്ക് മാറ്റുന്ന ഒരു സ്വിച്ചാണിത്. മുന്നോട്ട് കുതിക്കാനുള്ള ഒരു എനർജി ബൂസ്റ്റ്. ഇന്നത്തെ ലോകം എങ്ങനെയുണ്ട്? ചുറ്റും നോട്ടിഫിക്കേഷൻസ്, ഡിസ്ട്രാക്ഷൻസ്, ഒരു ബഹളം തന്നെയാണല്ലേ? ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മുടെ വഴി തെറ്റിപ്പോകാൻ എളുപ്പമാണ്. അപ്പോ വഴി തെറ്റാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ഒരു കോമ്പസ് പോലെയാണ് ഈ ചിന്ത. ഞാൻ എന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആകാശത്തുള്ള ഒരു ധ്രുവ നക്ഷത്രം പോലെയാണ്, എപ്പോഴും അവിടെ തന്നെയുണ്ടാവും. ഈയൊരു ചിന്ത നമ്മുടെ കയ്യിലുള്ള കോമ്പസും. അപ്പൊ പിന്നെ ചുറ്റും എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും ശരി, ആ നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ നമ്മുടെ കോമ്പസും നോക്കി നേരെ മുന്നോട്ടു പോകാൻ ഈ ഒരു ഡെയിലി റിമൈൻഡർ നമ്മളെ സഹായിക്കും. ജീവിതം എപ്പോഴും ഒരു പൂമത്തെ ആയിരിക്കില്ലല്ലേ? ചിലപ്പോ വലിയ തിരമാലകളും കൊടുങ്കാറ്റുമൊക്കെ വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ വീണു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസിക കവചം പോലെയാണ് ഈ ചിന്ത. വെല്ലുവിളികൾക്ക് മുന്നിൽ ഞാൻ തളരില്ല.
ഇവിടെ തളരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഴാതിരിക്കുക എന്നല്ലാട്ടോ അർത്ഥം. വീഴും, ഉറപ്പായിട്ടും വീഴും. പക്ഷേ എത്ര തവണ വീണാലും അതിനേക്കാൾ ശക്തിയോടെ തിരിച്ചെഴുന്നേൽക്കാനുള്ള കഴിവ്, അതാണ് റെസീലിയൻസ്. ഒന്ന് ഓർത്തു നോക്കൂ, ഇതിനു മുൻപും എത്രയോ വെല്ലുവിളികളെ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ആ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. റൈറ്റ്? അപ്പോ നമ്മൾ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി, തടസ്സങ്ങളെ നേരിടാൻ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുക, പുതിയ സാധ്യതകൾ കണ്ടെത്തുക. അതാണ് ലൈഫ് ലോങ് ഗ്രോത്ത്. നമുക്കതിലേക്ക് കടക്കാം. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും വലിയ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ഒളിഞ്ഞുകിടപ്പുണ്ട്. ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാനുള്ള താക്കോലാണ് ഈ പ്രഖ്യാപനം: എനിക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇത് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമുണ്ടാക്കും. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെറിയ ലക്ഷ്യങ്ങൾ വെക്കാൻ തോന്നില്ല. നിങ്ങൾ വലുതായി ചിന്തിക്കാൻ തുടങ്ങും, വലുതായി സ്വപ്നം കാണും. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ. കാരണം വലിയ വിജയങ്ങളിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി ആ വിശ്വാസമാണ്. വളർച്ച എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷനല്ല, അതൊരു യാത്രയാണ്. അതൊരിക്കലും അവസാനിക്കില്ല. ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള ഒരു അവസരമാണ്. ആ അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റാണിത്. ഞാൻ ഇന്ന് പുതിയ എന്തെങ്കിലും പഠിക്കും. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സ് എപ്പോഴും തുറന്നിരിക്കും. പുതിയ ആശയങ്ങൾ വരും. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു കിടക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ, പഠനമെന്നത് ഒരിക്കലും തീരാത്ത, ഒരുപാട് സമ്മാനങ്ങൾ തരുന്ന ഒരു അടിപൊളി യാത്രയായി മാറും. അപ്പൊ ഇതാ നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യാനും ഓരോ ദിവസവും പോസിറ്റീവായിട്ട് തുടങ്ങാനും സഹായിക്കുന്ന 10 താക്കോലുകൾ. ഓർക്കുക, ഇവ വെറും വാക്കുകളല്ല, നിങ്ങളുടെ ചിന്തയെയും ജീവിതത്തെയും മാറ്റിമറിക്കാൻ കഴിവുള്ള പവർഫുൾ ടൂൾസാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിരുന്നാൽ മാത്രം മതിയോ? പോരാ, നമ്മളിത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ്: നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ഈ 10 എണ്ണത്തിൽ ഏത് ആഫർമേഷനായിരിക്കും നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത്? ഒന്ന് തീരുമാനിക്കൂ. നിങ്ങളുടെ മാറ്റം അത് നാളെ രാവിലെ തുടങ്ങട്ടെ.